കാണിക്കണേ മനസ്സിലായില്ലേ? പുതിയ ഐറ്റം നമ്മള് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ Santry likes കണ്ടതെല്ലാം കണ്ടന്റ്. ഹായ് വ്യൂവേഴ്സ്, ഇന്നൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അത് സാധാരണ നമ്മൾ ക്രിസ്മസ് ട്രീ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത്തവണ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ ഒരു സാധനം പൊക്കിയെടുക്കുന്നു വന്നത്. ഒരു ദിവസം രാത്രി എനിക്കിങ്ങനെ തോന്നി ഒരു ട്രീ ഉണ്ടാക്കിയാലും ഈ വെളിപാടുണ്ടായി രാത്രി അപ്പൊ ഇത് ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി നോക്കാം. നമുക്ക് കാണിക്കാം. അതെ, അപ്പൊ എന്തായാലും ഇത് കുറെ നാളുകളുടെ നമ്മുടെ ഇതെന്താ പറയണേ, ഇത് ഞാൻ ശരിക്കില്ല മണി പ്ലാന്റ് കയറ്റി വിടാൻ വേണ്ടിട്ട് വാങ്ങിയതാണ്. അത് നടന്നില്ല. അത് ഇനി അടുത്ത മണി പോയതല്ലാതെ മണി പ്ലാന്റ് കയറിയില്ല. എന്തായാലും ഇതുകൊണ്ട് നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങളും കാണുക എന്തായിത്തീരുമെന്ന്. അറിയില്ല കേട്ടോ, ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണത് എത്തിക്കുക. നോക്കാം. ശരി, ആദ്യം സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് വേണം, ടൈ ചെയ്യണ്ടേ. ആദ്യം ഇതിനൊന്ന് ഇങ്ങനെ പൂർത്തിരിക്കണം. ഇങ്ങനെ അടിയിട്ട് വരുമ്പോ ഇങ്ങനെ ഞാൻ ഈ സ്റ്റൂള് കണ്ടോ, ഈ സ്റ്റൂളിന്റെ അടിയിൽ നോക്കാം. അപ്പൊ വന്നേ സഹായിക്കാം. സഹായിക്കാം. ഇതിങ്ങനെ വെച്ചാൽ പോരെ? കുറച്ചും കൂടെ ഇവിടെ ഇങ്ങനെ അത് നമുക്ക് ചെയ്യാം. ഇത് ശരിക്കും കൈ മുറിയാതെ നോക്കണം. കൈ എന്ത് കൂടെ അങ്ങ് ഷാർപ്പ് ആയിക്കോട്ടെ. അറ്റം ഉണ്ടാവും നമ്മുടെ ആ ഒരു കോൺ ഷേപ്പില് അല്ലേ? അത് ഇവിടെ അങ്ങ് ടൈറ്റും ചെയ്തു. അത് ടൈറ്റ് അങ്ങ് കെട്ടിക്കോ. കുറച്ചുകൂടെ ടൈറ്റ് ചെയ്യണം. അതല്ലേ ടൈറ്റ് ആവൂ. ഇവിടെ അടിയിൽ കുറച്ചും കൂടെ അത് പിന്നെ നമുക്ക് ശരിയാക്കാം അല്ലേ? അവിടെ ഇനി അത് അടിയില്ല. ഇനി നമുക്കിവിടെ ടൈറ്റ് കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കാം. ഈ ബേസ് ഒന്ന് മുളച്ച് ഇത്രയും പോരെ. ഇതിനകത്ത് നിൽക്കാൻ പാകത്തിനാണ്. ഇതിനകത്ത് നിൽക്കണം. ഈ സ്റ്റൂൾ, ചെറിയ സ്റ്റൂൾ ഉണ്ട്, ഈ സ്റ്റൂളിന്റെ അകത്ത് ഇതിനെ ഇവിടെ അങ്ങ് പ്രതിഷ്ഠിക്കാം. കറക്റ്റാ, വളരെ മനോഹരം. ഇവിടെയൊക്കെ ടൈ ഇട്ട് കെട്ടിക്കോ. ഈ ടൈ ഇട്ട് നമ്മൾ ഇങ്ങനെ ഇവിടെയൊക്കെ ടൈ കെട്ടുവാണേ. ഒരു ക്രിസ്മസ് ട്രീ വാങ്ങി വെക്കേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷെ അതല്ല, ഇവിടെ ഞാൻ അച്ചാരം പിച്ചാരും കൂടെ കെട്ടിക്കോട്ടെ. ആദ്യം ഈ സ്റ്റൂള് ബേസ് ആക്കി വെക്കാന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ ആ പ്ലാൻ ഒളിഞ്ഞു പോയി, ഫ്ലോപ്പായി. പകരം ഇത് വെച്ചു നമുക്ക്. അപ്പൊ ഇതാണ് സംഭവം. ഇതിന്റെ സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ സ്ട്രക്ചർ റെഡിയായി ബേസിൽ കാണിച്ചു. ഇവിടെ ഒരു ടൈ ഇട്ട് കെട്ടണ്ടേ? അവിടെ ടൈ കെട്ടണോ? ഭംഗിയില്ലേ? ഇത് ആദ്യമേ ഒന്ന് കെട്ടട്ടെ. ഞാൻ ഇത്ര അടുത്തിരിക്കണ്ടേ? അപ്പൊ എന്നാലല്ലേ ഇത്ര അടുത്തിരിക്കണത്. ഇതുവരെ വന്നില്ലേ? എങ്ങനെയുണ്ട് ഇതുവരെ? മനോഹരമായി. ആണോ? തികയോ അത്?
ഇതിനപ്പോ ഈ വെച്ച് നിർത്തിയേക്കണ ട്രീ ആണോ? വെട്ട് ഇങ്ങനെയൊക്കെ വെച്ചത്. അങ്ങനെയാണോ? അല്ലാതെ കൊമ്പുള്ള ശാഖകളുള്ള ബ്രാഞ്ചസ് ഉള്ള ട്രീ അല്ലേ? ഹായ് ബിലവേഴ്സ്, എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇന്നലെ ഇത് ഇങ്ങനെ ചുറ്റി വന്നപ്പോ ഞങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി, സാധനം ഇല്ലാതെ പോയി. പിന്നെ പോയി ഇവിടെ അടുത്ത് ഒരു ഷോപ്പിൽ പോയി വാങ്ങിയതാണിത്. ഇത് ഞങ്ങൾ അച്ഛൻ പറഞ്ഞ ഇത് ഞങ്ങൾ ഒരു ദിവസം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയപ്പോൾ ബ്രോഡ്വേ എന്നാണ് ഇതെല്ലാം മേടിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു കാൽക്കുലേഷൻ ചെറിയ ഈ മരത്തിന്റെ ഉയരം കൂടിപ്പോയതാണ് പ്രശ്നം പറ്റിയത്. അതുകൊണ്ട് വീണ്ടും വാങ്ങിയിട്ടാണ് ഇപ്പൊ വീണ്ടും തുടങ്ങിയ കളി. ഇന്നലെ അതുകൊണ്ട് അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോ വേറെ എന്താ പറയാൻ, അപ്പൊ ഞാനും കൂടെ ഒന്ന് സഹായിക്കട്ടെ. ഈ വാചകം അടിച്ചുകൊണ്ട് കാര്യമില്ല എന്നായിരിക്കും അദ്ദേഹം മനസ്സിൽ കാണുന്നത്. പിന്നെ ഒരു കാര്യം കേട്ടോ, ഞങ്ങൾ ആദ്യം ഇത് സ്റ്റൂളിലാ വെച്ചിരുന്നത്. അപ്പൊ അതും ഞങ്ങള് മാറ്റി, അത് ശരിയാവില്ല. ഇതൊരു പരീക്ഷണങ്ങളാണല്ലോ. ഫിക്സ് ചെയ്ത് അത് കെട്ടി തോക്കിട നില പിടിച്ച് ഇതൊരു ചുറ്റ Mary's boy child, Jesus Christ was born on Christmas Day. A man will live forevermore because of Christmas Day. Hark now, hear the angels sing, a king was born today. A man will live forevermore because of Christmas Day. While shepherds watch the flow by night, they see a bright new shining star. They hear a choir sing a song, the music seems to come from afar. ഒരു കാര്യം ഞാൻ പറയാണ്, ക്രിസ്മസ് ദിനത്തിലുണ്ടായ ഞാൻ ബർത്ത്ഡേ ഡിസംബർ 25 ആ ഒരു അഹങ്കാരം ഉണ്ട് ഇടയ്ക്ക്. തയ്യന്തി കൈ കൊണ്ട് ഇവിടെ നന്നായി ടൈ ചെയ്യും. ഇതൊക്കെ നേരത്തെ ഇത് കടന്നു പോയപ്പോൾ അതുവഴി കോർത്ത് ഇടണമായിരുന്നു ഈ അലങ്കാരങ്ങളെല്ലാം, ഈ ഓർണമെന്റ്സ്. അതൊന്നും ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ കറുത്ത നൂലിലാണ് ഇതെല്ലാം കെട്ടിയിരുന്നത്. കുഴപ്പമില്ല, അറിയില്ല. കാര്യം ചോദിക്കട്ടെ, ഇതിന് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥലമൊക്കെ ഉണ്ടോ? അത് ഇങ്ങനെ തന്നെ ആണോ? എനിക്കൊന്നും അറിയത്തില്ല. സ്ഥലമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഇവിടെ ഇതൊക്കെ ഫുൾ അവിടെ ഉണ്ടായാൽ മതി. ഉറപ്പല്ലേ? മോളിങ്ങനല്ലേ കട്ടി കണ്ടതാ. അത് ഇവിടെ മോളിക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യണം, അതോ മേടിക്കോ? ഇത് മേടിക്കോ? മേടിക്കാം. കിട്ടുമോ? നമുക്കത് 3 കൂടെ ചുറ്റി കംപ്ലീറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് പച്ചക്കറി കൊടുത്തിട്ട്. ഓക്കെ. അപ്പോൾ ബിലിവേഴ്സ്, അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ കരോള് കഴിഞ്ഞ് വന്ന് കയറിയതേ ഉള്ളൂ. രാത്രി ഇപ്പോൾ 1 മണിയാവുന്നു രാത്രി. അപ്പോൾ ഇനി ഞാൻ ഇത് കാണിച്ചു തരാം, നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയത് ഫൈനൽ ലുക്ക് അത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടത്? സൂപ്പർ അല്ലേ ഇത്? എന്തായാലും എഫേർട്ട് കുറച്ച് എഫേർട്ട് ഇട്ടെങ്കിലും കണ്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്മസ് ട്രീ ഇങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു പരീക്ഷണം നടത്തിയതാണ് അല്ലേ? എന്തായാലും പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഗുഡ് നൈറ്റ്. കാര്യം പറയാൻ മറന്നുപോയി. എല്ലാവർക്കും ഞങ്ങളുടെ സൺട്രി ലൈറ്റ്സിന്റെ മെറി ക്രിസ്മസ്. ബൈ. താങ്ക് യു. ബിലവേഴ്സ്, അപ്പൊ ഞങ്ങള് ഇത് ലാസ്റ്റ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഉപയോഗിക്കാതെ കിടന്ന ഞങ്ങളുടെ ഒരു റിംഗ് ലൈറ്റിന്റെ ട്രൈപോഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 2 സ്റ്റൂളിലും വെച്ച് നിങ്ങൾ കണ്ടു. അപ്പൊ അതൊന്നും സക്സസ് ആയില്ല.
ഇങ്ങനെയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇത് ബേസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് നല്ല സ്ട്രോങ് ആണ്, അത് അങ്ങനെ ഇരുന്നോളൂ അത്.